2022 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുട്ടത്തും ഇക്കൊല്ലം ഫെബ്രുവരിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഊരൂട്ടമ്പലത്തിലും കല്യാണ സദ്യക്കിടയിൽ പപ്പടം വിളമ്പിയതിൻ്റെ പേരിൽ തമ്മിലടി. അതേപോലെ 2025 കൊല്ലത്ത് ബിരിയാണിയോടൊപ്പം സാലഡ് വിളമ്പിയതിൻ്റെ പേരിൽ, സാലഡ് കിട്ടാത്തതിൻ്റെ പേരിലോ എന്തോ അവിടെയും തമ്മിലടി. ഇന്നലെ വീണ്ടും കൊല്ലം പള്ളിമുക്കിൽ കല്യാണ സദ്യയോട് അനുബന്ധിച്ച് ഐസ്ക്രീം നൽകുന്നത് സംബന്ധിച്ചിട്ട് തമ്മിലടി. ഈ തമ്മിലടികളെല്ലാം അതിഗുരുതരമായ രീതിയിൽ അടിയിലേർപ്പെട്ടവർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റവും ഒടുവിലത്തെ ഐസ്ക്രീം തമ്മിലടിയിൽ ഈ അടി കണ്ട് നവവധു കുഴഞ്ഞ് ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഇതൊക്കെ കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ചിരി തോന്നും, പക്ഷേ അങ്ങനെ ചിരിച്ചു തള്ളാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇത് കേരളത്തിലെ ഒരു പൊതു വർത്തമാനകാല വൈകാരികതയുടെ അംശം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ചിരിച്ചു തള്ളാതെ ഇതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് 80 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയൻ, അതുപോലെ 80 വയസ്സിനോടടുക്കുന്ന മുൻ CPM നേതാവും ഇപ്പോൾ MLA-യുമായ G. സുധാകരൻ തുടങ്ങി ഈ CPM-ലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നേതാക്കന്മാരുടെയൊക്കെ പൊതു സ്വഭാവത്തിലെ വൈകാരികത ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആലപ്പുഴയിൽ G. സുധാകരനും അദ്ദേഹത്തിൻ്റെ പഴയ സഖാക്കളും തമ്മിൽ നടക്കുന്ന കയ്യാങ്കളിയും പോരും നോക്കുക. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴും സാംസ്കാരികമായി ആധിപത്യം നിലനിർത്തുന്ന സാംസ്കാരിക മേധാവിത്വത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ സമീപനമാണ് ഇത്തരത്തിലൊരു വൈകാരികതയിലേക്ക് വ്യക്തിയെ എത്തിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന് വളരെ സൂക്ഷ്മമായ തലത്തിൽ കേരളം പഠിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.